ഇപ്പം തന്നെ ആ അറ്റത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ചെറുതായിട്ട് ആ ഒരു ഫോഗിൻ്റെ ഒരു സംഭവം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റാണ് പരിചയപ്പെടുത്താൻ പോണത്. പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഈ പ്രത്യേകിച്ച് വ്ളോഗേഴ്സിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഈ കുക്കിംഗ് വീഡിയോസ്, അതുപോലെ തന്നെ അൺബോക്സിങ് വീഡിയോസ്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ബൈക്ക് റൈഡേഴ്സ്, ബൈക്കിലൊക്കെ പോയിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ഗാഡ്ജറ്റാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതായത് ഈ ബൈക്കിൽ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തിട്ടാണ് ക്യാമറാസ് യൂസ് ചെയ്ത് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ അതിപ്പോൾ നിയമപരമായിട്ട് എന്തോ ഒരു തടസ്സം നേരിടുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം വന്നിട്ടുണ്ടെന്നാണ് ഒരു കേട്ടറിവ്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയാത്തതിൻ്റെ പേരിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കേട്ടറിവുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അതൊക്കെ മറികടന്നിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോണത്. അപ്പോൾ മറ്റൊന്നല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഈ ചെസ്റ്റിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ചെസ്റ്റ് മൗണ്ട് തന്നെയാണ് ആ ഒരു പ്രൊഡക്റ്റ്. അപ്പം നമുക്ക് ഈ ഒരു ചെസ്റ്റ് മൗണ്ടിൽ മൊബൈലോ അല്ലെങ്കിൽ ഗോപ്രോ അത് ഫിക്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ ഒരു ഗാഡ്ജറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രാവൽ വ്ളോഗോ അതല്ല ബൈക്കിലൊക്കെ പോകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന വീഡിയോസ്, അതല്ലാന്നുണ്ടെങ്കിൽ അൺബോക്സിങ് വീഡിയോസ്, കുക്കിംഗ് വീഡിയോസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ ഒരു മൗണ്ടിൽ നമുക്ക് ഫോൺ യൂസ് ചെയ്തിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ക്യാമറാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാവുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ്. നല്ല ക്വാളിറ്റി ബിൽഡാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലാണ് ഈ ഒരു സംഭവം ഫിക്സ് ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഞാൻ ഒരു മൊബൈൽ വെച്ചിട്ട് ഇത് ഫിക്സ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാട്ടിത്തരാം. എന്നിട്ട് നമുക്ക് ഇതിൽ വീഡിയോ എടുത്ത് നോക്കണം. ഈ ബൈക്കിലൊക്കെ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ചിലപ്പോൾ ബൈക്കിൽ പോകുമ്പോൾ ഇതിങ്ങനെ വൈബ്രേറ്റ് ആവാൻ സാധ്യത ഉണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അത്രയും സ്റ്റെബിലിറ്റി ഉള്ള ഫോണാണെങ്കിൽ മാത്രമേ വീഡിയോസ് ക്ലിയർ ആവുള്ളൂ എന്നൊക്കെ ഒരു സംശയം ഉണ്ട്. അപ്പൊ എന്തായാലും ആ ഒരു സംഭവം കൂടി ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം. ബൈക്കിൽ തന്നെ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. പിന്നെ നടന്ന് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല വലിയ പ്രശ്നം ഉണ്ടാവുന്നു. കാരണം നമ്മളങ്ങനെ ബോഡി വല്ലാണ്ട് ഇളകാനൊന്നും സാധ്യതയില്ലല്ലോ. പക്ഷെ ഇത് നല്ലോണം ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബൈക്കിലും വീഡിയോ എടുക്കാം. അപ്പം നമുക്ക് മൊബൈൽ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ട്രൈ ചെയ്യാൻ പോണത്. കാരണം മൊബൈലാകുമ്പോൾ നമുക്കറിയാലോ എത്രത്തോളം അതിന്റെ ഒരു സ്റ്റെബിലിറ്റി കിട്ടും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാൻ പറ്റും. ഈ ഗോപ്രോ പോലത്തെ ആക്ഷൻ ക്യാമറയിൽ ഓൾറെഡി നല്ലൊരു സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളതിന്റെ പേരിൽ നമുക്ക് അത് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് മൊബൈൽ വെച്ചിട്ട് തന്നെ. ഇത്തരത്തിലാണ് മൊബൈൽ ഫിക്സ് ചെയ്യുക. ഇതൊരു സ്ക്രൂ ടൈപ്പ് ആണ് ഇതിൽ വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഏത് വലിപ്പത്തിലുള്ള ഫോണായാലും നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്ക്രൂ നമ്മൾ ലൂസായി കൊടുത്ത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എന്താ പറയാ ഈ ചോപ്പ് ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ അത്യാവശ്യം നമുക്ക് എന്താ സെൽഫി ആയിട്ടുള്ള വീഡിയോസും എടുക്കാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ ഒരു കാണിച്ചുതരാം, ഈ ഒരു ബട്ടൺ തന്നെയാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് നല്ല രൂപത്തിൽ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാര്യമായിട്ട് എനക്കൊന്നുമില്ല. പിന്നെ ഈ ഒരു അലാസ്റ്റിക്കിന്റെ മാത്രമാണ് കാണുന്നത്. അത് നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റി ഉള്ള ക്യാമറ ആണെങ്കിൽ ഒരു പക്ഷെ നല്ല വീഡിയോസ് നമുക്ക് എടുക്കാൻ പറ്റുന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പൊ ഇതിന്റെ പൊസിഷനൊക്കെ എനിക്ക് തോന്നുന്നു നല്ല രൂപത്തിൽ തന്നെ സ്റ്റാൻഡിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വൈബ്രേഷൻ ആണ് എനിക്ക് പേടിയുള്ളത്. ഇതിങ്ങനെ ബൈക്കിൽ പോകുമ്പോൾ ചെറിയ റൂട്ടിലൊക്കെ പോകുമ്പോൾ ഒരു പക്ഷെ ഇത് ആവാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പൊ നമുക്ക് ചെറിയ റൂട്ടിലൂടെ അതുപോലെ തന്നെ ഹൈവേസിലൊക്കെ പോകുമ്പോൾ ഇത് എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം. നമ്മള് ചെറിയൊരു പോക്കറ്റ് റോട്ടിൽ കൂടിയാണ് ആദ്യം പോയി നോക്കുന്നത്. അപ്പോ ചെറിയ വൈബ്രേഷൻ ഉള്ള റോഡ് തന്നെയാണ് ഇത്. അപ്പോ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യം നോക്കിയിട്ട് പറയാവുന്നതായിരിക്കും. സംഭവം നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് കേട്ടോ. മീൻസ് ഈ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു വൈബ്രേഷൻ ഒന്നും ഈ ചെറിയ റോഡില് കാണുന്നില്ല. പിന്നെ നല്ലൊരു ഇത് തിരക്കേടില്ലാത്ത റോഡാണ്. വലിയ റോഡ് എന്ന് പറയാനില്ല, ഹൈവേ. അപ്പൊ നമുക്ക് ഹൈവേയിൽ പോയിട്ട് ആദ്യം തന്നെ കുറച്ച് പെട്രോൾ അടിക്കാം. വണ്ടിയിൽ പെട്രോൾ കുറച്ച് കുറവാണ്.
ഇപ്പൊ നല്ല റോഡിൽ കയറിയേക്കണം നമ്മള്. തോന്നുന്നത് വലിയ പ്രശ്നം ഉണ്ടാവില്ല, കാരണം തീരെ തന്നെ പ്രൊഡക്റ്റ് ബോഡിയിൽ അങ്ങനെ വൈബ്രേഷൻ ഒന്നും കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോസും നല്ലൊരു ഫീൽ കിട്ടാനുള്ള സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ക്യാമറ ഇപ്പൊ വൈഡ് ആംഗിളിലാണ് എടുക്കുന്നത്. ഈ ഒരു വൈഡ് ആംഗിളിൽ നമുക്ക് തോന്നുന്നു കുറച്ചുകൂടി വിഷ്വൽസ് കവർ ചെയ്യാൻ പറ്റും തോന്നുന്നത്. ഇതിപ്പോ ചാലക്കുടിയാണ്. ചാലക്കുടി പഴയ ഹൈവേയിൽ നിന്ന് ആശ്രമ സിഗ്നലിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. കഴിഞ്ഞ ദിവസം ചാലക്കുടിയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എല്ലാരും അറിഞ്ഞിരിക്കണത്. ചാലക്കുടി കോട്ട പള്ളിക്ക് മുന്നിലുള്ള ഫെഡറൽ ബാങ്കിന്റെ ഒരു ബ്രാഞ്ചില് ഒരു മോഷണ ശ്രമം എന്നല്ല, തന്നെ പറയാം, 15 ലക്ഷം രൂപ ഓരോ ആള് വന്ന് കവർന്നിട്ടു എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാരും അറിഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളന്മാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചിന്താഗതികളുള്ളവർക്കൊക്കെ ഇതൊരു വലിയൊരു പ്രചോദനമായി മാറാനുള്ള സാധ്യത ഉണ്ട്. പോലീസ് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് മോഷ്ടാവിനെ കണ്ടെത്തുന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഉൾപ്പെടെ ചാലക്കുടിക്കാരും. അല്ലെങ്കിൽ അത് വലിയൊരു വെല്ലുവിളി തന്നെയാണല്ലോ. ഇങ്ങനെ ഒരു മോഷ്ടാവ് വന്നിട്ട് ഇത്തരത്തിലൊരു ക്രൈം ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പൊ നമുക്ക് പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ അടിക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സമയം 8:25 ആയിട്ടുള്ളൂ. അപ്പൊ ഒരു ചായ കുടിക്കാം. നല്ലൊരു സ്ഥലം പോയിട്ട് നമുക്ക് ചായ കുടിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് ചാലക്കുടിയിലെ വിഷയമാണ്. അത് മലയാളിയാണോ ബംഗാളിയാണോ എന്നുള്ള കാര്യത്തിലൊക്കെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആള് ഹിന്ദിയിലാണ് സംസാരിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോ സാക്ഷി മൊഴികൾ എല്ലാം ഹിന്ദിയിൽ സംസാരിച്ചോണ്ട് അതൊരു മലയാളി ആവണം, മലയാളി ആവാതിരിക്കാനുള്ള സാധ്യതയില്ലല്ലോ. തെറ്റിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഒരു മനഃപൂർവ്വം ഹിന്ദിയിൽ സംസാരിച്ചതാവാനും സാധ്യത ഉണ്ട്. ഇപ്പൊ പൊതുവെ എല്ലായിടത്തും എന്തെങ്കിലും ഒരു ക്രൈം നടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ബംഗാളികളാകാനാണ് സാധ്യത എന്നൊക്കെയുള്ളൊരു പൊതുവെ ഒരു ഇതുണ്ട്. അപ്പൊ അങ്ങനെ പിടിച്ചെടുപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. പലതരത്തിലുള്ള സംഭവങ്ങളും വരുന്നുണ്ട്, ആൾക്കാർ പലതും പറയുന്നുണ്ട്. ഇപ്പോ സിഗ്നൽ എന്ന് പറയുമ്പോ റെഡ് മാറി ഗ്രീൻ ആയാലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രൂപത്തിൽ നോക്കിയാൽ മാത്രമേ മാറുള്ളൂ. കാരണം ഇവിടെ പല സിഗ്നലുകളിലും വെച്ചിട്ടുള്ള ക്യാമറാസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോ റെഡ് സിഗ്നൽ വയലേഷൻ ഒക്കെ നടത്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയുന്നവർ നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു സിഗ്നൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് നമ്മള് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൂടി നോക്കിയിട്ട് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം വണ്ടി എടുക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് സിഗ്നൽ വരുന്ന സമയത്ത് ആളുകൾ ഇതിലേക്ക് പോകണം. ഈ ഒരു ലെഫ്റ്റ് എടുക്കുന്നത് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആ ഒരു സിഗ്നലിന്റെ സമയത്ത് ഗ്രീൻ മാറി യെല്ലോ മാറുമ്പോ തന്നെ ആൾക്കാർ സാധാരണ അതിൽ യെല്ലോ കാണുമ്പോ സ്ലോ ഡൗൺ എന്നുള്ളതാണ് യെല്ലോയോട് ഉദ്ദേശിക്കുന്നത്. അത് ഈ പറഞ്ഞ പോലെ യെല്ലോ കാണുമ്പോ മിക്കവരും ചെയ്യുന്നത് ആക്സിലേറ്റർ ഒന്നുകൂടി ചവിട്ടി ആ യെല്ലോ റെഡ് ആവുന്നതിന് മുമ്പ് കടന്നു കിട്ടാനുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ആക്സിലേറ്ററിന് ചവിട്ടി വിടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് ഈ സിഗ്നലിന് ആക്സിഡന്റ് സാധ്യത വരുന്നത്. അപ്പൊ അതുകൊണ്ട് ടൂ വീലേഴ്സിലൊക്കെ യാത്ര ചെയ്യുന്നവര് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ
നമ്മളൊന്നുകൂടി നേരിട്ട് വെരിഫൈ ചെയ്ത ശേഷം മാത്രം വണ്ടി എടുക്കുക. സിഗ്നലിൽ മാത്രം നോക്കി നമ്മൾ വണ്ടി എടുക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാൻ. ഞാൻ കുറെ നാളായി ഞാൻ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോ ഇത് കോട്ട താഴ്വരയിൽ നിന്ന് കയറിയിട്ട് കിട്ടിയ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് റെയിൽവേ സ്റ്റേഷൻ വഴിയുള്ള റോഡാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ കടന്ന് പിന്നെ മാള ടെക്ചല ഒക്കെ പോണ റോഡാണിത്. ഇവിടെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാല് നല്ലൊരു റെസ്റ്റോറന്റ് ഉണ്ട്. റെസ്റ്റോറന്റ് ചായ കുടിക്കാം, സ്നാക്സ് ഒക്കെ ഉണ്ടാവും വിചാരിക്കുന്നത്. സാധാരണഗതിയില് വൈകിട്ടാണ് ഇതിനൊക്കെ സാധ്യത. അപ്പൊ ഞാൻ ചുമ്മാ ഒന്ന് പോയി നോക്കാന്ന് വിചാരിച്ചു. എന്തായാലും ക്യാമറ ടെസ്റ്റ് എന്നുള്ള രൂപത്തിൽ ഇറങ്ങി. അപ്പോ ഞായറാഴ്ച അതിന്റെ പേരില് രാവിലെ തന്നെയാണ് ഇറങ്ങിയത്. ഒരു പക്ഷെ അവിടെ ചായ ഉണ്ടാവും. ഏതായാലും ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീരെ വൈബ്രേഷൻ എന്ന സാധനം പ്രൊഡക്റ്റിനില്ല. ഇനി ക്യാമറ വീഡിയോ ഔട്ട് എങ്ങനെയാണെന്നുള്ള കാര്യം ആണ് നോക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് 100% സക്സസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ഇതാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ. ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ കാണാത്തവർക്ക് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ കാണാം. ശരിക്കും പറഞ്ഞാല് ഇത് നല്ലൊരു മൊബൈൽ ക്യാമറയും അതുപോലെ ഈ ഒരു ചെസ്റ്റ് മൗണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ബൈക്കില് പോയിട്ട് വീഡിയോ എടുക്കാന് അടിപൊളി തന്നെ ആയിരിക്കും. ഇനി ഇതുകൊണ്ടുള്ളൊരു വിഷയം എനിക്കൊരു നെഗറ്റീവ് പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഹെൽമെറ്റില്ല മൗണ്ട് വെച്ചിട്ടുള്ള ക്യാമറസ് ആണെങ്കിൽ നമുക്ക് നമ്മൾ നോക്കുന്ന ആ ഒരു സ്ഥലം നമുക്ക് പകർന്നാൽ എളുപ്പമാണ്. കാരണം നമ്മുടെ ഹെൽമെറ്റ് ഇങ്ങോട്ട് നമ്മൾ തലതിരിക്കുന്നോട്ടൊക്കെ നമുക്ക് ആ ഒരു വീഡിയോസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനെ സംബന്ധിച്ചോളം നമ്മളെ ഓടി കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ഭാഗം ഷൂട്ട് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ ഒരു ചെറിയൊരു നെഗറ്റീവ് തന്നെ പറയാം. എങ്കിലും നല്ലൊരു ബുദ്ധി തന്നെ വൈഡ് ആംഗിൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസ് അടിപൊളിയായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ആ കാണിക്കുന്ന കടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് നല്ലൊരു വൈബുള്ളൊരു സ്ഥലം തന്നെ. വൈകുന്നേരങ്ങളിലൊക്കെ അത്യാവശ്യം പിള്ളേർ സെറ്റൊക്കെ വന്നിട്ട് ചായ കുടിക്കാനും ഒക്കെ ഇരിക്കാറുണ്ട് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് ചായ ആയിട്ടില്ല. ചായ റൗണ്ട് അടിപൊളി സ്ഥലമാണ്. നല്ല വ്ളോഗ് ഈ പുള്ളില്ലേ നമ്മൾ തൃശ്ശൂർ പുള്ള് ആ ഒരു ഭാഗത്തേക്ക് പോയിട്ടുള്ളൊരു ഫീലാണ്. നല്ല വൈഡായിട്ടുള്ളൊരു സ്ഥലം. വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടും അല്ലെങ്കിൽ സിംഗിളായിട്ടും വന്ന് ചായ കുടിക്കാനൊക്കെ വരാൻ പറ്റിയ അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. ചായ ഉണ്ടോയെന്നുള്ള കാര്യം നോക്കാം. ചായ ഉണ്ടാവും. ചായ ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യത കുറവാണ്. ചായ ഉണ്ട്, ഹോർലിക്സ്, ബൂസ്റ്റ് എല്ലാം അവിടെ കുളത്തിട്ട് കാണുന്നുണ്ട്. अरे भाई एक टी दे दो चाय. പാല് കുറച്ച് മതി കേട്ടോ, പാല് കമ്മി. സ്നാക്സ് ഒക്കെ ഉണ്ട്. സമൂസ, പത്തിരി, ഉഴുന്നോല. എന്താ ചായ? പൊടി ജാസ്തി नहीं चाहिए.
ചായ ജാസ്തി ചായ ഒരു സമൂസ. ഓക്കെ എടാ കുറച്ച് മധുരം ഇട്. शक्कर थोड़ा मैं बोला ना चाय थोड़ा ज़्यादा चाहिए बोला. देखो बहुत कमी है वो ग्लास में. थोड़ा दो. वो ग्लास भी तो बहुत छोटा है, इसमें चाय भी बहुत कमी है. तो क्या है वो केरला का केरला का नहीं है, वो बिजनेस ट्रिक है. അപ്പോൾ ചായ ആൻഡ് സമൂസ. നല്ലൊരു വൈബുള്ളൊരു റെസ്റ്റോറൻ്റ് തന്നെയാണ്. ഇതിൽ തിരക്കൊന്നുമില്ല എങ്കിൽ കൂടിയാലും അത്യാവശ്യം കച്ചവടമുള്ളൊരു റെസ്റ്റോറൻ്റ് തന്നെയാണ്. ഇത് കുറച്ചുകൂടി നേരത്തെ ഒരു 6 മണി സമയത്തൊക്കെ വരാണെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ പോലെ നല്ല മഞ്ഞ് ഇങ്ങനെ മൂടി ഫോഗ് ഇങ്ങനെ വീണ് എടുക്കണമായിട്ട് കാണാൻ പറ്റും. ഇപ്പം തന്നെ ആ അറ്റത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ചെറുതായിട്ട് ആ ഒരു ഫോഗിൻ്റെ ഒരു സംഭവം. അപ്പോൾ ഇനി അടുത്തൊരു ദിവസം വന്ന് നോക്കണം. അതുപോലെ നമുക്ക് പുള്ളിൽ പോയിട്ടുള്ള വീഡിയോ ചെയ്യണം. പുള്ളും ഇതുപോലെ തന്നെ രാവിലെ പോയി കഴിഞ്ഞാൽ, രാവിലെ എന്നല്ല അവിടെ എപ്പോൾ പോയി കഴിഞ്ഞാൽ പ്രത്യേക വൈബാണ്. അപ്പോൾ ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കട കേട്ടോ. അപ്പോൾ ഈ ഒരു കട നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. വൈകുന്നേരങ്ങളിൽ ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് ഫുഡൊക്കെ അടിച്ച് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ സ്ഥലം തന്നെ തീർച്ചയായിട്ടും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 4 തരത്തിലുള്ള ബിരിയാണി ഉണ്ടെന്നൊക്കെയാണ് പറയണത്. വെജ്, ചിക്കന്, ബീഫ്, അങ്ങനെ എല്ലാ ബിരിയാണി ഐറ്റംസ്. പിന്നെ ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് ശേഷം അറബിക് ഫുഡും ചൈനീസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഏതായാലും ഈ ഷോപ്പിന്റെ ഒരു ഭാഗം കൂടി കാട്ടിത്തരാം കേട്ടാ. ഇവിടെ കയറി വരുന്നോട് തന്നെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത്തരത്തിലാണ് റെസ്റ്റോറന്റ് ഉൾഭാഗം വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. അപ്പം ഞാൻ ശരിക്കും ഈ ഒരു ക്യാമറ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞപ്പോൾ ഈ ഒരു കടയും കൂടി എടുക്കാനായിട്ട് തോന്നി. ഇതാണ് അവരുടെ കിച്ചൺ ഐറ്റംസ് ഒക്കെ വരുന്നത് കേട്ടോ. നല്ലൊരു വൈബുള്ള സ്ഥലം തന്നെയാണ്. അത്യാവശ്യം ബ്രേക്ക്ഫാസ്റ്റും ഇതൊക്കെ കഴിക്കാനായിട്ട് ആൾക്കാർ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടാ ശരി, ഓൾ ദ ബെസ്റ്റ്. കച്ചവടമൊക്കെ നല്ല അടിപൊളിയായി നടക്കട്ടെ. ഓക്കെ കേട്ടോ. ശരി ഞാൻ വരാം. ഞാൻ ഫാമിലി ആയിട്ട് വരാം കേട്ടോ. ഇത് ചീനിക്കാസ് ഗ്രൂപ്പിന്റെ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ചേട്ടൻ ഇത് ലീസിന് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഏതായാലും നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഗാഡ്ജറ്റും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ മേടിക്കുക. പിന്നെന്താ പറയുക, അപ്പോൾ ഇതുപോലുള്ള അടിപൊളി ട്രാവൽ വ്ളോഗ് ബൈക്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോയിട്ട് ആ കടയിൽ പോയി നല്ലൊരു അടിപൊളി ചായയും കുടിച്ച്, നല്ല അടിപൊളി കട കേട്ടോ. നല്ല സ്നാക്കൊക്കെ നല്ല ഫ്രഷായിട്ട് മുരിമുരിയിരിക്കുന്ന സമൂസ തന്നെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ആസ്വദിച്ചു. അതുപോലെ തന്നെ കടയും കൂടി ഞാൻ എടുത്തിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ചാലക്കുടി ഭാഗത്തുള്ളവരെല്ലാന്നുണ്ടെങ്കിൽ തന്നെ മാള വഴി പാസ് ചെയ്യുന്നവരൊക്കെ ആ കടയിൽ പോയി ചായ കുടിക്കുക, അവർക്ക് സപ്പോർട്ട് ചെയ്യുക, ഭക്ഷണം കഴിക്കുക. ഈവനിങ്ങിലൊക്കെ ഞാൻ കണ്ടില്ലേ, അടിപൊളി സ്ഥലം തന്നെയാണ്. അപ്പോൾ ബൈ ബൈ.